കേരളത്തിന് വലിയ മാറ്റവുമായി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ ഒരുക്കിയിരിക്കുകയാണ്. വികസനത്തിന് വേണ്ടി 3806 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരവും കൊച്ചിയും പോലെ ഒരു ഹൈടെക് സിറ്റിയാകാൻ പാലക്കാട് ഇനി റെഡിയാവുകയാണ്. 50,000-ലേറെ പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന വ്യവസായ സ്മാർട്ട് സിറ്റി പാലക്കാട് കാഞ്ചിക്കോടിനടുത്തുള്ള പുതുശ്ശേരിയിൽ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് 1710 ഏക്കറിലായി 3806 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് സിറ്റിയിൽ 8729 കോടിയുടെ നിക്ഷേപത്തിന് കളമൊരുങ്ങും. കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും തുല്യ പങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് 50% വീതം പങ്കാളിത്തമുള്ള കേരള ഇൻഡസ്ട്രിയൽ കോർഡിനർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്. ഇതിനായി 1790 കോടി ചെലവിട്ട് 1710 ഏക്കർ ഭൂമി സംസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. മെക്കാനിക്കൽ, കെമിക്കൽ, ബൊട്ടാണിക്കൽ ഉൽപ്പന്നങ്ങൾ, മിനറൽ, റബ്ബർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങൾക്കുമായുള്ള വ്യവസായ ശൃംഖലയാണ് പാലക്കാട് തുടങ്ങാൻ പോകുന്നത്. കേരളം കൂടാതെ ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, തെലങ്കാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പുതിയ വ്യവസായ പാർക്കുകൾ വരുന്നുണ്ട്. രാജ്യത്തിന്റെ വ്യാവസായിക സ്ഥിതി മുന്നേറ്റുന്നതിനും മികച്ച സാമ്പത്തിക ശേഷി വളർത്തുന്നതിനും ഇവ സഹായകമാകും എന്നാണ് പഠനം. നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനും മികച്ച വരുമാനം സൃഷ്ടിക്കുന്നതിനും ഒരു പരിധിവരെ ഇവ സഹായിക്കുന്നു. കേരള സർക്കാർ മലബാർ പ്രദേശങ്ങളിൽ കൂടുതൽ പുരോഗമനം കൊണ്ടുവരുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചതായി മുൻപ് വാർത്തകൾ നിറഞ്ഞിരുന്നു. അന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു മുഖ്യമായും പരിഗണനയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പാലക്കാടും കൂടെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പാലക്കാട് വരാൻ പോകുന്നത് വളരെ വലിയ ഹൈടെക് നഗരമായിരിക്കും. നിരവധി ആളുകൾക്ക് തൊഴിലവസരവും ജില്ലയുടെ ഉയർച്ചയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട്. സ്വകാര്യ വ്യവസായ ശാലകളാകും പ്രധാനമായും ഉയരുക. സർക്കാർ സ്ഥാപനങ്ങളും ഭാഗമാകും. ചുവപ്പ് നാടകളിൽ കുരുങ്ങില്ല. ഉടനടി ഭൂമി അനുവദിക്കും. സ്ഥാപനങ്ങൾക്ക് അതിവേഗം പ്രവർത്തനാനുമതി നൽകും. 2030 മുമ്പ് വ്യവസായശാലകൾ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ പ്രഖ്യാപിച്ച ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പ്രകാരം പുതുശ്ശേരി സെൻട്രലിലും കണ്ണമ്പ്രയിലുമായി ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. 2019 ദേശീയ വ്യവസായ ഇടനാഴി വികസന പദ്ധതി പ്രകാരം ചെന്നൈ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നീട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലായി 28,602 കോടി ചെലവിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി അംഗീകാരം നൽകിയത്. രാജ്യത്തെ 6 പ്രധാന വ്യവസായ ഇടനാഴികളെ ബന്ധിച്ചാവും 12 വ്യവസായ നഗരങ്ങളെന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യത്തിന്റെ ഉൽപാദന സാമ്പത്തിക ശേഷികൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ 234 നഗരങ്ങളിൽ സ്വകാര്യ FM റേഡിയോ സ്റ്റേഷനുകൾക്കുള്ള ലേലത്തിന് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. വാർഷിക ലൈസൻസ് ഫീസിനുള്ള നിബന്ധനകൾ പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും മന്ത്രിസഭ അംഗീകരിച്ചു. GST ഒഴികെയുള്ള മൊത്ത വരുമാനത്തിന്റെ 4% പുതിയ വാർഷിക ലൈസൻസ് ഫീസ് ആകും. മൊത്തം 784.87 കോടി രൂപ കരുതൽ വിലയോടെ 234 പുതിയ നഗരങ്ങൾക്കായി 730 സ്വകാര്യ FM റേഡിയോ ചാനലുകൾക്കാണ് ഈ ലേലം നടത്തുക. FM റേഡിയോ 3ാം ഘട്ട നയത്തിന് കീഴിലാണുള്ളത്. മാവോയിസ്റ്റ് സ്വാധീനമുള്ള ജില്ലകളിലടക്കം റേഡിയോ ലഭ്യമല്ലാത്ത ജില്ലകൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. സ്വകാര്യ മേഖലയിലാണെങ്കിലും ജനസമ്പർക്ക പരിപാടികൾ ഗ്രാമീണ ജനതയിലെത്തുന്നതിന് റേഡിയോ നിലയങ്ങൾ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. പ്രാദേശിക ഭാഷകളിലാകും മുഖ്യമായും പുതിയ നിലങ്ങളിൽ നിന്നും പ്രക്ഷേപണം നടത്തുക. നിലവിൽ 26 സംസ്ഥാനങ്ങളിലെയും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 113 നഗരങ്ങളിലായി 388 FM റേഡിയോ സ്റ്റേഷനുകളുണ്ട്. പുതിയ ലേലങ്ങൾക്കായി അംഗീകരിച്ചിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയും സ്വകാര്യ FM ചാനലുകളുടെ എണ്ണവും കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ 7 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 3 റെയിൽവേ വികസന പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി അംഗീകാരം നൽകി. 4 സംസ്ഥാനങ്ങളിലായി 6456 കോടി രൂപ ചെലവിൽ 300 കിലോമീറ്റർ റെയിൽവേ പാത വികസിപ്പിക്കുന്നതാണ് പദ്ധതികൾ. 2 പുതിയ റെയിൽവേ പാതകളും ഒരു മൾട്ടി ട്രാക്കിംഗ് സംരംഭവും ഇന്നലെ ആരംഭിച്ച പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ അടക്കം അടിയന്തര റെയിൽവേ വികസന ആവശ്യങ്ങൾ വർഷങ്ങളായി മരവിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കായി പുതിയ പദ്ധതികൾ അംഗീകാരം നൽകിയത്. ആഗോള ഉൽപാദക ശക്തിയായി ഇന്ത്യയെ മാറ്റാൻ സഹായിക്കുന്ന വികസിത ഭാരത ലക്ഷ്യത്തിലേക്കുള്ള വൻ നിക്ഷേപമാണ് വ്യവസായ ഇടനാഴി സ്മാർട്ട് സിറ്റി പദ്ധതിയെന്നും മന്ത്രി അശ്വിനി വിശദീകരിച്ചു. രാജ്യത്തുടനീളം പ്രാദേശിക ഉൽപാദന കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ചെറുകിട, ഇടത്തരം, നാമമാത്ര സംരംഭങ്ങളിൽ നിക്ഷേപം സുഗമമാക്കുന്നതിനും വ്യവസായിക ഇടനാഴികൾ പ്രേരകമാകും. ലോകമെമ്പാടുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് മാറുന്നതിന് ത്വരിതപ്പെടുത്താൻ പദ്ധതി സഹായിക്കുന്നുണ്ട്. $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി 2030 ഇന്ത്യയെ മാറ്റുകയെന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനും പദ്ധതി കണക്കാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും വളർച്ചയ്ക്കും ഒരുപാട് സഹായകമാണ് ഈ വ്യവസായ നഗരങ്ങൾ.
അതുകൊണ്ട് കേരളത്തിലെ മുഖച്ഛായ മാറ്റാൻ ഇതിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.